വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. നീ ഇനിയും അവരെ വിട്ടയക്കാൻ വിസമ്മതിച്ച് തടഞ്ഞാൽ കർത്താവിൻ്റെ കരം വയലിലെ നിന്റെ മൃഗങ്ങളുടെ മേലും കുതിര, കഴുത, ഒട്ടകം, ആട്, കാള എന്നിവയുടെ മേലും നിവദിക്കും. അവയെ മഹാമാരി ബാധിക്കും. ഇസ്രായേൽക്കാരുടെയും ഈജിപ്തുകാരുടെയും മൃഗങ്ങൾ തമ്മിൽ കർത്താവ് ഭേദം കൽപ്പിക്കും. ഇസ്രായേൽക്കാരുടേതിൽ ഒന്നുപോലും നശിക്കുകയില്ല. കർത്താവ് നാളെ ഈ രാജ്യത്ത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് സമയവും കൽപ്പിച്ചിരിക്കുന്നു. അടുത്ത ദിവസം തന്നെ കർത്താവ് അപ്രകാരം പ്രവർത്തിച്ചു. ഈജിപ്തുകാരുടെ മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങി. എന്നാൽ ഇസ്രായേൽക്കാരുടെ മൃഗങ്ങൾ ഒന്നുപോലും ചത്തില്ല. ഫറോ ആളയച്ച് അന്വേഷിച്ചപ്പോൾ ഇസ്രായേൽക്കാരുടെ കന്നുകാലികളിൽ ഒന്നുപോലും ചത്തില്ല എന്നറിഞ്ഞു. അതിനാൽ അവൻ്റെ ഹൃദയം കഠിനമായി. അവൻ അവരെ വിട്ടയച്ചില്ല. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ഫറവോയുടെ ഹൃദയം കഠിനമാകുകയാണ്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം ഇസ്രായേൽക്കാരുടെ മൃഗങ്ങളൊന്നും ചത്തൊടുങ്ങാതെ, അവർക്കോ യാതൊരു പ്രതിസന്ധിയും ഇല്ലാതെ ഈജിപ്തുകാരുടെ മൃഗങ്ങൾ ചത്തൊടുങ്ങുകയും അവർക്ക് നിരന്തരം പീഡകൾ ഏൽക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അവൻ്റെ ഹൃദയത്തിൽ കൂടുതൽ അസ്വസ്ഥത ഉണ്ടാവുകയാണ്. അവൻ കൂടുതൽ കഠിനമായിട്ട് അവരോട് പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. അവരോടുള്ള അസൂയ അവൻ്റെ ഹൃദയത്തിൽ വളർന്ന് മുറ്റി എന്ന് തന്നെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക. പ്രിയമുള്ളവരെ, ഇതേ സാഹചര്യത്തിൽ നമ്മളുടെ ചിന്തകളിലേക്കൊന്ന് തിരിയാം. മറ്റുള്ളവർക്ക് നന്മയുണ്ടാവുകയും നമുക്ക് അത് നഷ്ടപ്പെടുകയും ചെയ്യുമ്പം, നമുക്കൂടെ അവകാശപ്പെട്ടതായിരിക്കാം, അത് നഷ്ടപ്പെടുകയും ചെയ്യുമ്പം മറ്റുള്ളവരോട് വെറുപ്പും വിദ്വേഷവും ഉണ്ടാകുന്ന മനോഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുമ്പം അസൂയ ഉണ്ടാകുന്ന ഒരു പ്രക്രിയ അത് ചെറുപ്പം മുതലേ നമ്മളിലൊക്കെ ഉണ്ടായിട്ടുള്ളതല്ലേ, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന സമയം പോലും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടിയാൽ നമ്മൾ വീട്ടിൽ ചെന്ന് കുഞ്ഞുങ്ങൾ പറയും അത് അവർ കോപ്പി അടിച്ചതുകൊണ്ടാണ്, അവരങ്ങനെ ചെയ്തുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ സ്വയം നീതീകരിക്കുന്നത് നമുക്ക് കാണാം. അത് തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കാണാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കിവിടെ പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് പരിശുദ്ധ അമ്മയുടെ മനോഭാവം സ്വീകരിക്കാൻ ഒരുങ്ങാം. നമുക്ക് മറ്റുള്ളവരുടെ നന്മ കാണുമ്പം അതിൽ സന്തോഷിക്കുവാനും നമുക്ക് വന്ന സഹനങ്ങളോ കഷ്ടതകളോ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അത് കൂടുതൽ വിശുദ്ധിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിന് കാരണമാക്കി തീർക്കും വിധം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും നമുക്ക് പരിശ്രമിക്കാം. മറ്റുള്ളവരുടെ അസൂയയിൽ നിന്ന് പിന്തിരിയാം. നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ നമുക്ക് കിട്ടുന്ന അവസരം തക്കത്തിൽ വിനിയോഗിച്ച് രക്ഷ പ്രാപിക്കാനുള്ള കൃപ നമുക്ക് കിട്ടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.